അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തുകൊണ്ടാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെയും അതുപോലെ തന്നെ ആയിഷ ബീവിയെയും വിവാഹം ചെയ്യാൻ അള്ളാഹു പ്രേരണ നൽകിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തൻ്റെ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സ് പ്രായമുള്ള ഖദീജ ബീവിയെ അന്ന് മുഹമ്മദ് എന്ന് മാത്രം അറിയപ്പെടുന്ന സത്യസന്ധനും തൻ്റെ കച്ചവടത്തിൽ വളരെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും കച്ചവടത്തിൽ ലാഭമുണ്ടാക്കുവാനും കഴിഞ്ഞ ആ യുവാവിനെ ഖദീജ ബീവി സ്വന്തം പ്രിയതമനായി സ്വീകരിക്കാൻ തയ്യാറാകും. അങ്ങനെ പ്രവാചകത്വത്തിന് മുമ്പ് ഖദീജ ബീവിക്ക് 40 വയസ്സും 25 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് എന്ന ബാലനെ, ആ യുവാവിനെ ഖദീജ ബീവി വിവാഹം ചെയ്തു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. 40 വയസ്സോടുകൂടെ ദിവ്യത്വം അഥവാ നുബൂവത്ത് അല്ലാഹു അതിശക്തമായ ജിബ്രീൽ അഥവാ ഊർജത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും അതിശക്തമായ പ്രഹരം തൻ്റെ ശരീരത്തിലേക്ക് നൽകപ്പെട്ടപ്പോൾ ആ പ്രവാചകന് വലിയ വിഷമമുണ്ടായി. ആ സമയത്ത് തൻ്റെ പ്രിയതമയായ ഖദീജ ബീവിയോട് പറയുന്നു, സമ്മിലൂനി ഖദീജ, നീ എന്നെ പുതപ്പിട്ട് മൂടുക, എന്നെ ഒരു മാരണം ഇതാ പിടിപെട്ടിരിക്കുന്നു. ആ വിവേകവും ബുദ്ധിയും കാര്യശേഷിയുമുള്ള തൻ്റെ ഭർത്താവ്, ഇന്നലെ വരെ സത്യം മാത്രം പറഞ്ഞ ഭർത്താവിന് എന്തോ ഒരു ആപത്തുണ്ടായിരിക്കുന്നു. അത് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും അതിന് തക്കതായ ചികിത്സ നടത്തേണ്ടത് ഭാര്യ എന്ന നിലയ്ക്ക് എൻ്റെ ആവശ്യമാണെന്ന് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ ആ കാര്യശേഷിയുള്ള ആ ഭാര്യ തൻ്റെ ഭർത്താവിനെയും കൂട്ടി തൻ്റെ അകന്ന അമ്മാവനായ വറഖത്തു നൗഫൽ അഥവാ ആ കാലഘട്ടത്തിൽ യഥാർത്ഥ ഇഞ്ചീൽ ബൈബിൾ ഏകദൈവ വിശ്വാസിയായ ക്രിസ്ത്യാനിയായ തൻ്റെ വറഖത്തു നൗഫൽ എന്ന വ്യക്തിയുടെ അടുത്തേക്ക്, അമ്മാവൻ്റെ അടുത്തേക്ക് പ്രവാചകനെയും കൂട്ടിക്കൊണ്ടുപോവുകയും ആ വറഖത്തു നൗഫലാണ് ഈ നിൽക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അവസാനമായി വരുന്ന പ്രവാചകനാണ് എന്ന് അറിയിക്കുകയും അങ്ങനെയാണ് ഖദീജ ബീവിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞാൻ ഇന്ന് മുതൽ പ്രവാചകനാണ് എന്നും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവ് ദിവ്യത്വം അഥവാ പ്രവാചകത്വം അള്ളാഹു നൽകപ്പെട്ടിരിക്കുന്നു എന്ന ആ ഉത്തമ ബോധ്യം അംഗീകരിക്കുകയുമുണ്ടായി. ഇത് എന്നിലൂടെ എൻ്റെ കുടുംബത്തെയോ എൻ്റെ ഭാര്യയെയോ ഞാൻ അറിയിച്ചാൽ ഇതേ അവസ്ഥ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും പറഞ്ഞില്ല. കാരണം അത്തരം കാര്യശേഷിയോ അത്തരം സത്യത്തെ തിരിച്ചറിയുവാനുള്ള വിവേകമോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ ഭാര്യയ്ക്കോ ഇല്ല. ഇതൊരു പക്ഷേ നിങ്ങളുടേതായാലും ഇതുതന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ അത്തരം കാര്യശേഷിയും കർമ്മബോധവും സത്യം തിരിച്ചറിയാനുള്ള വിവേകവുമുള്ള അതിബുദ്ധിശാലിയായ കച്ചവട തന്ത്രമുള്ള ആ ഒരു യുവതിയായിരുന്നു ഖദീജ എന്ന് നാം മനസ്സിലാക്കുക. അത്തരം കാര്യശേഷിയുള്ള ആളുകളെയാണ് അള്ളാഹു സാധാരണ ഇഷ്ടപ്പെടുക. ഇനി രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമുള്ള ആയിഷ റളിയല്ലാഹു അൻഹ. അവർ വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ്റെ കൂടെ സഹവർത്തിക്കുകയും
എല്ലാ മേഖലയിലും പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്ന് ഹദീസ് അല്ലെങ്കിൽ പ്രവാചകചര്യ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ വളരെ കാര്യശേഷിയും വളരെ കൃത്യമായി സത്യസന്ധമായി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷവും ഇന്നത്തെ മീഡിയയോ ഇന്നത്തെ സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥ സത്യത്തെ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ചെറുപ്രായത്തിലുള്ള പ്രവാചക പത്നിയായി വളരെ കാര്യശേഷിയുള്ള കൂർമ്മ ബുദ്ധിയുള്ള വളരെ മെമ്മറി പവറുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകനെ കൊണ്ട് അല്ലാഹു വിവാഹം ചെയ്ത് കൊടുപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മറ്റു വിശ്വാസികളെ, സത്യം നാം തിരിച്ചറിയുക, യഥാർത്ഥം തിരിച്ചറിയുക. തൻ്റെ ഭർത്താവ്, തൻ്റെ ഭാര്യ, തൻ്റെ പിതാവ്, തൻ്റെ മാതാവ്, തൻ്റെ മക്കൾ എന്താണ്, എങ്ങനെയാണ് അവർ വളരുന്നത് എന്നും അവർ എങ്ങനെ ജീവിക്കുന്നു എന്നുമൊക്കെ തിരിച്ചറിയുവാനുള്ള വിവേകം നിങ്ങളും സ്വീകരിച്ചാൽ, നിങ്ങളും ചിന്തിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയും. അത്തരം ചിന്താശക്തിയുള്ള നല്ല സമൂഹമായി അല്ലാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ദൈവം നമ്മെ മാറ്റിമറിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്.